മാനസികമായും കരുത്തുണ്ടാകാൻ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ. നമ്മുടെ മനസ്സിന് നല്ല കരുത്തും ബലവും ഒക്കെ ഉണ്ടാകാൻ വേണ്ടി നമ്മുടെ മനസ്സിനെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ചില കാര്യങ്ങൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ ഓരോ സങ്കല്പങ്ങളുണ്ട്, ഓരോ സ്വപ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നടക്കും എന്ന് നമ്മൾ വിശ്വസിക്കരുത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ അതുപോലെ തന്നെ സംഭവിക്കത്തില്ല എന്നൊരു തിരിച്ചറിവ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. മറ്റുള്ളവരിൽ നിന്നും അമിതമായി ഒന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. നമ്മുടെ കൂട്ടുകാരോട് നമുക്കുള്ള ആ ഒരു ആത്മാർത്ഥത, ആ ഒരു സ്നേഹം എപ്പോഴും അതേ അളവിൽ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലായിട്ട് നമുക്കത് മടക്കി കിട്ടും എന്ന് നമ്മൾ വിശ്വസിക്കരുത്. നമ്മൾ സ്നേഹിക്കുകയും നമ്മൾ കരുതുകയും ചെയ്യുന്നത് നമുക്ക് തിരിച്ച് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ ചെയ്യരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ നിരന്തരമായി വേദനിപ്പിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന കൂട്ടുകാരെ കഴിവതും നമ്മൾ അകറ്റി നിർത്തണം. ആരുടെയും മുന്നിൽ അവരുടെ സ്നേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരിൽ ഒരാളായിട്ട് നമ്മളെ കാണുന്നതിന് വേണ്ടി അവരെ പ്രീതിപ്പെടുത്താൻ നമ്മളൊന്നും ചെയ്യരുത്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് വേണ്ടി ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുക, നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുക. പക്ഷെ ഞാൻ ഈ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അവരുടെ മനസ്സിൽ ഒരു നല്ല സ്ഥാനം കാണും, എന്നെ മറ്റുള്ളവരിലും അധികമായിട്ട് എന്നെ അവർ കാണും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒന്നും ചെയ്യരുത്. നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കണം. അത് സന്തോഷമായാലും സങ്കടമായാലും ഒരു കാര്യമുണ്ടായാൽ അത് പെട്ടെന്ന് ഓടിച്ചെന്ന് ആരോടെങ്കിലും പറയാനുള്ള ആ ഒരു വ്യഗ്രത, അങ്ങനെ ഒരു വ്യഗ്രത നമ്മളിൽ നിന്ന് നമ്മൾ ഉപേക്ഷിക്കണം. അതിനെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കണം. നമ്മൾ പ്രകടിപ്പിക്കുന്ന സന്തോഷവും സങ്കടവും നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ അവർ നമ്മളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. ഏതെങ്കിലും രീതിയിൽ നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ കൂട്ടുകാർ ഇല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മളോട് പ്രതികരിച്ചാൽ അതിങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് നമ്മുടെ മനസ്സിൽ കൂടുതൽ വിഷമം ഉണ്ടാകത്തക്ക രീതിയിൽ നമ്മളതിനെ കൊണ്ടുപോകരുത്. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമ്മുടെ കഴിവിലും നമുക്കൊരു വിശ്വാസമുണ്ടായിരിക്കണം. ഒരിക്കലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ മറ്റുള്ളവർ ഏതെങ്കിലും രീതിയിൽ നമ്മളെ അങ്ങനെ ചെയ്തത് ശരിയായില്ല, നീ ചെയ്തതുപോലെ അല്ലായിരുന്നു അത് ചെയ്യേണ്ടത്, ഇങ്ങനെ മറ്റുള്ള പല അഭിപ്രായങ്ങൾ നമ്മളോട് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം, ഞാൻ ചെയ്തത് അത് വളരെ ഭംഗിയായിട്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പോലെ വളരെ ഭംഗിയായിട്ട് ഞാനത് ചെയ്തു, എനിക്കത് ഇഷ്ടപ്പെട്ടു. നമ്മുടെ കണ്ണിന് അത് ഭംഗിയായിട്ട് തോന്നണം. അങ്ങനെ തോന്നിയാൽ മാത്രമേ നമുക്ക് വീണ്ടും വീണ്ടും എന്തെങ്കിലും ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെപ്പോഴും മറ്റുള്ളവരെ നമ്മളോട് പറഞ്ഞ ആ വാക്കുകളെ നമ്മൾ കേട്ട് അതിൽ നമ്മളങ്ങ് മുഴുകിപ്പോകുമ്പോൾ പിന്നെ ഒരു കാര്യവും ചെയ്യാൻ പറ്റാതെയാകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനോട് പറഞ്ഞു കൊടുത്ത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് നമ്മുടെ മനസ്സിന് ബലവും ധൈര്യവും നമ്മൾ തന്നെ കൊടുക്കണം.